ഇന്റർ കാസ്റ്റ് ചെയ്യുന്നവരോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെ മതത്തിലുള്ളവരെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ കുറെ പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ. മുമ്പോട്ട് പോകുമ്പോൾ നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പം തട്ടോട്ട് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഞാൻ കുരിശ് വേണ്ടി വരും. ഏത് കാസ്റ്റ് ആയിക്കോട്ടെ, ഹിന്ദു ആയിട്ട്, ക്രിസ്ത്യാനായിട്ട്, മുസ്ലിം ആയിട്ട്. ഇവിടെ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്. ഈ മതം മാറി കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഈ ആധുനിക കാലത്ത് നമ്മുടെ വലിയ പ്രശ്നമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഇതുപോലെ ഇന്റർ റിലീജിയൻ മാരേജ് കഴിഞ്ഞ ഒരു കപ്പിൾസിന് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. സാധാരണ കാണുന്ന പോലെ വീട്ടുകാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നൊന്നും അല്ല ഇവർക്ക് പ്രശ്നം നേരിടേണ്ടി വന്നത്. പിന്നെയോ ഇവർ പഠിച്ച സ്കൂളിലെ അധ്യാപികയിൽ നിന്നാണ്. എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിലെ കഥാനായകൻ മുസ്ലിമാണ്, പേര് ഇർഫാൻ. പെണ്ണ് ക്രിസ്ത്യാനിയാണ്, പേര് മെറി. അങ്ങനെ 9 വർഷത്തെ പ്രണയത്തിന് ശേഷം ഇവർ രണ്ടുപേരും വിവാഹിതരാവാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോൾ ഡോക്യുമെന്റ്സ് എല്ലാം അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇർഫാൻ പെണ്ണിനെയും കൂട്ടി താൻ പഠിച്ച സ്കൂളിലേക്ക് ചെന്നു. അവിടുത്തെ ഹെഡ് ടീച്ചറെ കണ്ടു. ഹെഡ് ടീച്ചർ ആദ്യം ഈ നാട്ടുകാരനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി വാർഡ് മെമ്പറുടെ കയ്യിൽ നിന്നും ഒരു ലെറ്റർ കൊണ്ടുവരാൻ ഇർഫാനോട് ആവശ്യപ്പെട്ടു. ഇർഫാൻ അങ്ങനെ ചെയ്തു. പക്ഷെ എന്നിട്ടും ടീച്ചർ അവരുടെ ആ ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാൻ തയ്യാറായില്ല. ഇത് റിലീജിയൻ മാരേജ് ആയതുകൊണ്ടാണ് ടീച്ചർ അറ്റസ്റ്റ് ചെയ്ത് തരാൻ തയ്യാറാവാത്തതെന്നാണ് ഇർഫാനും മെറിനും പറയുന്നത്. നമുക്ക് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേട്ടോക്കാം. സെറ്റഡ് ഓഫീസറെ അറ്റസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അറ്റസ്റ്റിന് വേണ്ടിട്ട് നമ്മളെ സ്കൂളുണ്ട്, വെള്ളിക്കോത്ത് സ്കൂളിൽ നമ്മള് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് ഫോം എടുത്തിട്ട് പോയി. അപ്പം അവിടുത്തെ പ്രിൻസിപ്പാള് പറഞ്ഞു, സാറില ടീച്ചറാ, സാറില ടീച്ചർ എന്നൊരു ടീച്ചറാണ്, പുതിയൊരു ടീച്ചറാ, പ്രിൻസിപ്പാളാണ്, ഹെഡ് മാഷാണ്. നമ്മൾ പറഞ്ഞ് എന്റെ നാട്ടിൽ അറിയും എന്നുള്ളൊരു തെളിവ് വേണമെന്ന് പറഞ്ഞു. അത് മെമ്പറെ സാക്ഷ്യപത്രം വാർഡ് മെമ്പർ ലെറ്റർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നോക്കിയാൽ കൊണ്ടുവരാൻ പറഞ്ഞു. വേണമെങ്കിൽ അവരെ അങ്ങനെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരാം, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലെറ്റർ ആക്കിയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ലെറ്റർ കൊണ്ടുവന്നാൽ മതി പറഞ്ഞു. അങ്ങനെ നമ്മളെ വാർഡ് ബാലകൃഷ്ണേട്ടന്റെ ലെറ്റർ ആയിട്ട് നമ്മള് സ്കൂളിൽ പോയി. ബാലകൃഷ്ണേട്ടൻ അപ്പം നമുക്ക് അറ്റസ്റ്റും ചെയ്ത് തന്നു, ലെറ്റർ എഴുത്തുന്നു, എന്നെ അറിയുമെന്ന് പറഞ്ഞുള്ള ലെറ്റർ എഴുത്തുന്നു. ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടത്. എന്നിട്ട് നമ്മള് അത് എടുത്തിട്ട് വെള്ളിക്കോത്ത് സ്കൂളിലേക്ക് പോയി. വെള്ളിക്കോത്ത് സ്കൂളില് ഹെഡ് മാസ്റ്ററെ കണ്ട്, ഹെഡ് മാസ്റ്റർക്ക് കാണിച്ചു. ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ഇത് നമുക്ക് ചെയ്തു തരാൻ പറ്റൂല, നമുക്ക് അറ്റസ്റ്റ് ചെയ്യിക്കാൻ പറ്റൂല. നമുക്ക് ആദ്യം നമ്മുടെ ഫോട്ടോ നോക്കി, പിന്നെ ഫോട്ടോ നോക്കി നമ്മുടെ പേര് നോക്കി, രണ്ടാളുടെയും പേര് നോക്കി അതിന്റെ അടിയിൽ കാസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു. എന്താല്ലേ, നമ്മളെ സ്കൂളില് പണ്ട് ഞാൻ പഠിച്ച സ്കൂളാണിത്, മഹാകവി പീസ് മാരക ഗവൺമെന്റ് സ്കൂളാണ്. എന്റെ ആ ടീച്ചർ പറഞ്ഞു, ഇത് വേറെ കാസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഒപ്പിട്ട് തരാൻ പറ്റൂല, നിങ്ങൾ എങ്ങനെ ജീവിക്കും, വേറെ കാസ്റ്റ് ആയിട്ട് എങ്ങനെ ജീവിക്കും എന്നെല്ലാം പറഞ്ഞു. വേറെ ആളെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചോ, ഞാൻ ചെയ്യിപ്പിച്ച് തരൂല എന്ന് പറഞ്ഞു. ശരിക്കും ഇവര് പറഞ്ഞ സത്യമെങ്കിൽ ആ ടീച്ചർ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് പറയാതെ വയ്യ. ഇവര് വേറെ കാസ്റ്റ് ആണെന്നുള്ളതും ഇവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതൊന്നും ടീച്ചർക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. മതവും ജാതിയും നോക്കി ഒരു കാര്യവും നമ്മൾ വിലയിരുത്താൻ പാടില്ല, പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ. മതവും ജാതിയും നോക്കി പഠിക്ക് പുറത്ത് വെച്ച് മാത്രമേ സ്കൂളിലേക്ക് കയറാൻ പാടുള്ളൂ. ഇവരുടെ ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിച്ച് ടീച്ചർക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു. പ്രായപൂർത്തിയായിട്ടുള്ള 2 പേർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, അത് അവരുടെ ഇഷ്ടമാണ്. അതിനെ ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യവും ടീച്ചർക്കില്ല. ഇനി ഇത് കേൾക്കുന്ന ആൾക്കാർ ഇവർക്ക് ഇങ്ങനെ തന്നെ വേണം, മാതാപിതാക്കളെ വിഷമിപ്പിച്ച് ഇറങ്ങി പോകുന്നതല്ലേ, ടീച്ചർ ചെയ്തതാണ് ശരി എന്നൊക്കെ പറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ആക്ച്വലി വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണ് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നത്. ഇവർ ഒളിച്ചോടിയതല്ല, വീട്ടുകാർ ഇവരുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ പിന്നീട് ഇവർ ഒരിക്കലും പിരിയാൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സമ്മതിച്ചതായിരിക്കണം. അപ്പൊ പിന്നെ മാതാപിതാക്കളെ വിഷമിപ്പിച്ച് ഇറങ്ങി പോയതല്ല എന്ന ഡയലോഗും കൊണ്ട് ആരും ടീച്ചറെ ന്യായീകരിക്കാൻ വരണ്ട. പിന്നെ ഇവിടെ ചെക്കൻ മുസ്ലിമും പെണ്ണ് ക്രിസ്ത്യൻ ആയതുകൊണ്ടുമല്ലടാ സുഡാപ്പി കൈസി കല്യാണത്തിന് നീ സപ്പോർട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ടുള്ള കമന്റ്സ് വരാൻ സാധ്യതയുണ്ട്. ഈ ജിഹാദി വിളിയും സുഡാപ്പ് വിളിയൊക്കെ ഞാൻ കാലങ്ങളായി കേൾക്കുന്നതാണ്. ഇന്നലെ എമ്പുരാൻ വിഷയം സംസാരിച്ചപ്പോൾ പോലും ഇങ്ങനെയുള്ള വിളികൾ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിലും ഇപ്പൊ അതൊരു ശീലമായി. എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരിക്കലും മതം നോക്കി ഒരു വിഷയത്തിൽ പോലും ബയാസറായി സംസാരിക്കാറില്ല. എമ്പുരാന്റെ വിഷയത്തിൽ സംഖ്യകളെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടു മുമ്പത്തെ ദിവസം വീരനായ ആറ്റിക്കോയ തങ്ങളെ കുറിച്ചും അയാളുടെ ഉടായ്പകളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇതിനു മുമ്പും എത്രയോ തവണ ഉടായ്പ കാണിക്കുന്ന മുസ്ലിം മത പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ സ്വന്തം മതത്തിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ എനിക്ക് തെരുവിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും ഈ ചുടാപ്പ് വിളി കേൾക്കുമ്പോഴാണ് സഹിക്കാൻ കഴിയാത്തത്. എന്റെ പേര് തന്നെയാണ് വിറ്റുകളുടെ പ്രശ്നമെന്ന് അറിയാം. ഇനി ഇന്ത്യൻ റിലീജിയൻ മാരേജുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഫാത്തിമത്ത് ദിയയുടെയും കിരൺ ബാബുവിന്റെയും വിഷയം എടുത്ത് സംസാരിച്ചത്. അവിടെ പെണ്ണ് മുസ്ലിമും ചെക്കൻ ഹിന്ദുവുമാണ്. ഞാനത് നോക്കിയിട്ടേ ഇല്ല. ഇന്ന് ഞാൻ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് അന്നും ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രായപൂർത്തിയായിട്ടുള്ള 2 പേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അതിലിപ്പോ എന്താ പ്രശ്നം എന്നുള്ളതാണ് അന്ന് ഞാൻ ചോദിച്ചത്. എന്നാലും ലവ് ജിഹാദുകാരൻ എന്ന വിളിയാണ് ബാക്കി. എന്തെങ്കിലും ആവട്ടെ.
പോട്ടെ. അത് പിന്നെ എത്ര കാലം കഴിഞ്ഞാലും ഈ ചാപ്പേടികളൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്നാലും ഇതൊന്ന് പറയണമെന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇർഫാനും മെറിനും തുടർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടോക്കാം. അവകാശമാണ് ശരിക്കും. അവർക്കത് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. കാരണം ഗസറ്റഡ് ഓഫീസറിന് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അവര് പാകിസ്ഥാനാണ് അത് ശരിക്കും എന്ന് വെച്ചാല്. റൂള് പ്രകാരം അവര് അറ്റസ്റ്റ് ചെയ്ത് നമുക്ക് തരണം. അവരത് തന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു നമുക്ക് ഭയങ്കര സങ്കടമായി. നമ്മള് ഒരു മതത്തിന്റെ പേരില് നമ്മളൊരു ജീവിതം തകർക്കുന്ന പോലെ നമുക്ക് അത്യാവശ്യമായിരുന്നത്. നമ്മള് എന്നിട്ട് എന്താക്കി നമ്മള് രണ്ടാമത് വല്ലാതെ വേറെ ഗസറ്റഡ് ഓഫീസർ എടുത്തിട്ട് അവര് ഒപ്പിട്ട് വന്നു. അവര് നമ്മളെ പേരൊന്നും നോക്കിയിട്ടില്ല, ജാതി ഒന്നും നോക്കിയില്ല. ഇവർക്ക് ജാതി മതം എല്ലായിടത്തും ഒരു പ്രശ്നമാണ് ജാതി മതം. പക്ഷെ ഇത് നമ്മളെ ഏറെ ഇറിറ്റേഷൻ ചെയ്തൊരു സംഭവമാണ് വെള്ളിക്കോത്ത് സ്കൂള്. അപ്പൊ വെള്ളിക്കോത്ത് സ്കൂളല്ല, വെള്ളിക്കോത്ത് സ്കൂളിലെ ഹെഡ് മാഷിന്റെ സ്വഭാവം, പെരുമാറ്റം ഭയങ്കര മോശപ്പെട്ട പെരുമാറ്റമാണ്. നമ്മളെന്തോ വലിയ തെറ്റിലേക്ക് പോയതുപോലെയാണ്. ഞങ്ങൾ ചോദിച്ചു, പിള്ളേരെ നിങ്ങൾ മതമാണോ പഠിപ്പിക്കുന്നത്? അപ്പൊ അവർക്കൊരു പുച്ഛം. മതം പഠിപ്പിക്കുന്നു എല്ലാം പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലായി തോന്നിയ ഒരു കാര്യം പറയാം. അതായത് ടീച്ചർ ഇവിടെ ഒപ്പിട്ട് കൊടുക്കാത്തതിന് പിന്നിൽ മതം ഒരു ഫാക്ടർ തന്നെയാണ്. വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ കല്യാണം കഴിച്ചത് ടീച്ചർക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ടീച്ചർ എന്നല്ല, പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ആർക്കും അത് ഇഷ്ടമല്ല. പക്ഷെ മതത്തിലുപരി ഇവിടെ വേറെയും ചില ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് ഇവിടെ ഇപ്പൊ ടീച്ചർ ഒരു ഹിന്ദുമത വിശ്വാസിയാണ്. എന്നാൽ ഇർഫാനും മെറിനും ഇവിടെ ടീച്ചറുടെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു എന്ന നിലയിൽ ടീച്ചർക്ക് ഇവിടെ മതവികാരം ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇവരുടെ ഡോക്യുമെന്റ്സ് കണ്ട് ഇവർ വ്യത്യസ്ത മതത്തിലുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മതത്തെക്കാൾ ഉപരി ഒരു പാരന്റ് എന്ന നിലയിലോ ഒരു ടീച്ചർ എന്ന നിലയിലോ ഉണ്ടാവേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, ഒരു പ്രത്യേക തരം ഈഗോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുവദിച്ച് തരാൻ പറ്റില്ല എന്നുള്ളൊരു അധികാരം ഉണ്ടല്ലോ. അതും കൂടി കൊണ്ടായിരിക്കണം ടീച്ചർ അങ്ങനെ പ്രതികരിച്ചത് എന്ന് തോന്നുന്നു. മതപരമുള്ളത് കൊണ്ടാവില്ല. ഈ ടീച്ചർമാരുടെ ഒരു പ്രത്യേക ടിപ്പിക്കൽ സ്വഭാവം ഉണ്ടല്ലോ, അതും കൂടി കൊണ്ടാവണം ടീച്ചർ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാതിരുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. ഇന്റർകാസ്റ്റ് ചെയ്യുന്നവരോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെ മതത്തിലുള്ളവരെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ കുറെ പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ. മുമ്പോട്ട് പോകുമ്പോൾ നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പം തട്ടോട്ട് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഞാൻ കുരിശ് വേണ്ടി വരും. ഏത് കാസ്റ്റ് ആയിക്കോട്ടെ, ഹിന്ദു ആയിട്ട് ക്രിസ്ത്യാനായിട്ട് മുസ്ലിം ആയിട്ട്. ഇവള് ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്. ഞാൻ മുസ്ലിം ആണെന്ന് വെച്ചിട്ട് അവളെ മുസ്ലിം ആക്കിയിട്ടില്ല. അവള് ക്രിസ്ത്യാനിയാന്ന് വെച്ചിട്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ടില്ല. വളരെ നല്ല കാര്യം. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും മതം മാറരുത്. മതത്തിനും എത്രയോ മുകളിലാണ് പ്രണയവും മനുഷ്യത്വം എന്ന് നിങ്ങൾ തെളിയിക്കണം. നാട്ടുകാരെ ബോധിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി നിങ്ങൾ തട്ടവും ഇടണ്ട, കുരിശും വരയ്ക്കണ്ട. ഈ നാട്ടിലെ ഇടുങ്ങിയ ചിന്താഗതിക്കാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കണം, ജീവിച്ച് കാണിക്കണം. 4 നേരം മതം ഉരുട്ടി വീഴുന്നവരോടൊക്കെ പോവാൻ പറ. ഇനി അവസാനമായി കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്, അതും കൂടി കേട്ട് നിർത്താം. അപ്പം നമ്മളിവിടെ വീഡിയോ നിർത്തുന്നു. എല്ലാവരും നമ്മളെ പുതിയൊരു ചാനലാണ്, നമ്മൾ യൂട്യൂബ് ചാനൽ പുതിയൊരു തുടങ്ങിയാണ്. അപ്പൊ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മളെ പുതിയ കളിയും ചിരിയും സന്തോഷവും സങ്കടവും നിറഞ്ഞ ജീവിതം നിങ്ങളിലേക്ക് യൂട്യൂബിൽ നമ്മൾ കാണിച്ചു തരും. ഓക്കെ, അപ്പം ടാറ്റാ, ബൈ ബൈ. അങ്ങനെ പറ. അപ്പൊ ഫാമിലി വ്ളോഗ് തുടങ്ങാനുള്ള പരിപാടിയാണ്. പൊന്നു മോനെ, വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണ്ട. നിങ്ങളുടെ കളിയും ചിരിയും സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞ ജീവിതം നിങ്ങൾ തന്നെ സ്വയം ആസ്വദിച്ചോളൂ, അനുഭവിച്ചോളൂ. പക്ഷെ അത് നാട്ടുകാരെ കാണിക്കാൻ നിൽക്കണ്ട, അതിന്റെ ആവശ്യമില്ല. നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്, വെറുതെ അതിന് നിൽക്കണ്ട. സന്ദർഭോചിതമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പുറത്തൊരു ടോപ്പിക്ക് വാങ്ങി കാണാം.